സെമി ഫൈനൽ സ്റ്റേജിലെ കോമ്പറ്റീഷൻ തുടരുകയാണ്. ഇനി ഏതാനും പെർഫോമൻസുകൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. ഖവാലി സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ലെറ്റ്സ് വെൽക്കം അബ്ദുൽ ഹക്കീം. ഹക്കീം, ഖവാലി സോങ് റൗണ്ടിലെ പെർഫോമൻസ് ആണ്. എനിക്ക് ശരിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഈ ഒരു റൗണ്ട് ഹക്കീമിന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഹക്കീമിൻ്റെ പെർഫോമൻസ് ഉണ്ടാവുമെന്ന്. നല്ലൊരു സെലക്ഷൻ തന്നെയായിരിക്കും ഹക്കീം ചെയ്തിട്ടുള്ളത്. ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ഷാഹെ നൂർ മുഹമ്മദ് എന്നൊരു സോങ്ങാണ്. ഓക്കെ, ഷുക്കൂർ മാഷാണ് ഇതിൻ്റെ വരി, സംഗീതം നിസ സിസി എന്ന് പറഞ്ഞ മാഡം. ഓക്കെ, അപ്പം അതിലേക്ക് ഹക്കീമിൻ്റെ ആയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അഷ്റഫ് മാഷ് അടുത്ത് പോയിട്ട് എല്ലാം അഷ്റഫ് മാഷിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുകയാണ്. ഹക്കീം ഒന്നും ചെയ്തിട്ടില്ല. മാഷ് ശരിയാക്കി തന്നു. ഓക്കെ, ഞാൻ ചോദിച്ച വേറെയും ഉത്തരം വേറെയായിരുന്നു. എന്തായാലും പാടുന്നതിന് മുന്നേ സർ. ഹക്കീം, യെസ്, ഹക്കീമിൻ്റെ നല്ലൊരു ഭാവിയുള്ളൊരു സിംഗറാണ് ഹക്കീം എന്നെനിക്ക് തോന്നുന്നു. CD കേട്ടിട്ടാണോ പാട്ട്? എങ്ങനെയാണ് പഠിച്ചത്? ആരെങ്കിലും പഠിപ്പിച്ചതാണോ? CD കേട്ടിട്ട്. CD കേട്ടിട്ട്. ഇതിൽ എന്തൊക്കെയാണ് ലിറിക്കിനകത്ത്? മലയാളം മാത്രം, അറബി മിക്സ് മിക്സഡ് അല്ലേ? ഏത് താളത്തിൽ വരുന്നതാണത്? മിശ്ര ചാപ്പ്. മിശ്ര ചാപ്പിലാണോ? ഓ, താളം മിശ്ര ചാപ്പ് താളമൊക്കെ അറിയാം. പിന്നെ 4/4 ഏതൊക്കെ താളം അറിയാം? മിശ്ര ചാപ്പ്, മിശ്ര ചാപ്പ് പിന്നെ ആദ്യത്തെ താളത്തേക്കും വരുന്നുണ്ട്. മിശ്ര ചാപ്പ് പിന്നെ 4/4 വരുന്നുണ്ട്. അതാ മിശ്ര ചാപ്പിന്ന് നമുക്ക് 4/4 പോവാം അല്ലേ വേണമെങ്കിൽ? അതെ അതെ. നമ്മളെ തലശ്ശേരി ഭാഷ, കോഴിക്കോടൻ ഭാഷയെല്ലാം കൊള്ളാം അല്ലേ? ഞാൻ മലപ്പുറമാണ്. ആ, മലപ്പുറത്തും എല്ലാം അങ്ങനെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ കണ്ണൂരിലും പോകുമ്പോൾ തിരുവനന്തപുരത്തെല്ലാം പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, അല്ല അപ്പം നിങ്ങൾക്ക് മറ്റേ ഭാഷ ഒന്നും അറിഞ്ഞൂടല്ലോ എന്ന്. നിങ്ങൾ കണ്ണൂരെ ഭാഷയൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയൂ, നമ്മളെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയൂ അല്ലേ? ഏതായാലും ഓൾ ദി ബെസ്റ്റ് മോനെ. ബൈ. താങ്ക് യു സർ. എന്തായാലും നമ്മുടെ ഖവാലി സോങ് റൗണ്ടിലെ പെർഫോമൻസ് ഹക്കീമിൻ്റെ പെർഫോമൻസ് ആണ്. ഓൾ ദി ബെസ്റ്റ്, തകർക്ക. ഗുഡ് ലക്ക്. या रसूल अल्लाह या हबीब अल्लाह या मुहम्मदुर रसूलुल्लाह. शाहे नूर मुहम्मद नबी तोहा ताज मदीना रे
Paniri pani gari gama pasani da padama gama pasani da padama mapa gama ni ka sari ni da ni pada gama pani sari pa ma gari gari sha shahe noore muhammad nabi toha taj madina re shahe noore muhammad nabi toha taj madina re surapati
ഹക്കീം ആക്ച്വലി നോ വേർഡ്സ്. ശരിക്കും ഞാൻ മൂവ്ഡായി ഈ ഒരു പെർഫോമൻസിൽ. എനിക്ക് തോന്നുന്നു 14-ാം രാവിൻ്റെ ഒരു റിമാർക്കബിൾ പെർഫോമൻസ് തന്നെയായിരിക്കും. നിങ്ങൾ ആസ് എ ടീം ഒരു ഗ്രേറ്റ് വർക്കാണ് ചെയ്തത്. ഇനി നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കാം. സോ ഹക്കീമേ, പിന്നെ ഇതെല്ലാം വിശേഷങ്ങൾ? എനിക്ക് സുഖമാണ്. എൻ്റെ മിശ്ര ചാപ്പ് എടാ എനിക്ക് സംഭവം ഏറ്റവും തോന്നുന്നല്ലേ? എനിക്ക് ആ താളം അങ്ങനെ പറഞ്ഞു. മിശ്ര ചാപ്പ് എനിക്ക് അറിഞ്ഞുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ പ്രശ്നമായനെ അല്ലേ? കുലിമാലായനെ. ഗുൽമാലായി. നല്ലൊരു ഓറ ക്രിയേറ്റ് ചെയ്തു അവിടെ, മനസ്സിലായല്ലോ? ആ ഇൻവോൾവ്മെൻറ്റ് നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. ഒരു കൈ തന്നെ. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിൽ ഒരു സർഗം പാടിയില്ലേ, സ്വരങ്ങൾ, അതൊന്ന് ശരിയാക്കിയെങ്കിൽ എനിക്കൊരു 10 മാർക്കൊക്കെ തരായിരുന്നു. അവിടെ കുറച്ച് സ്പീഡ് കൂടിപ്പോയി. സ്പീഡ് കൂടിപ്പോയി. ഞാൻ ചോദിച്ചില്ലല്ലോ എന്താ പറ്റിയെന്നും ചോദിച്ചില്ലല്ലോ. സ്പീഡ് മാത്രമേ കൂടിയുള്ളൂ. സ്പീഡ് കൂടിയപ്പോൾ ഇത് പറ്റി, സ്വരസ്ഥാനം വഴുതിപ്പോയി. ആ അത് മനസ്സിലായല്ലോ. അത് തന്നെ വലിയ കാര്യം. അതാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു മ്യൂസീഷ്യൻ ആദ്യമായിട്ട് വേണ്ട നമ്മൾ ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവൻ പാട്ടുകാരനായി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്തു. ഇതാര് കമ്പോസ് ചെയ്ത്? നിസാ സിസി എന്ന് പറഞ്ഞ ഗസൽ ഗായികയാണ്. എവിടെയുള്ള? തിരൂരുള്ള നല്ല കോമ്പോസിഷൻ കേട്ടല്ലോ. ഗുഡ് കോമ്പോസിഷൻ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാൻ സർ? ഓക്കെ, അടിപൊളി പോലെ. താങ്ക് യു. എനിക്ക് ഒന്നാമത് ഇങ്ങനെയുള്ള ടൈപ്പ് പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എ ആർ റഹ്മാൻ സാറിൻ്റെ പിയ ഹാജി അലി എന്ന് പറയുന്നൊരു പാട്ടാണ്. അത് ഏകദേശം ഈ 7-8 ഏതാണ്ട് ഈ മോറോലെസ് സെയിം റൂട്ടിൽ പോകുന്നൊരു പാട്ടാണ്. പക്ഷെ ഹക്കീം ഇവിടെ ക്രിയേറ്റ് ചെയ്തൊരു മാജിക് ഉണ്ടല്ലോ, നല്ലോണം പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹക്കീം മാത്രമല്ല, ഞാൻ പറയുന്നത് ആസ് എ ടീം നിങ്ങൾ ഒത്തുനിന്നു. അല്ലാതെ ഒരാൾ ഒരു വഴിക്ക് ഒരാൾ ഒരു വഴിക്കൊന്നും പോയിട്ടൊന്നുമില്ല. ആ ഹാർമണൈസിങ് ഒക്കെ പെർഫെക്റ്റ്. ഞാൻ അതിന് ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഫാത്തിമയുടെ ഉമ്മാക്കാണ്. ഫാത്തിമയുടെ ഉമ്മയെ ഹാർമണൈസ് ചെയ്തേ അല്ല, പിന്നെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തന്നത് ഫാത്തിമയുടെ ഉമ്മയാണ്. അപ്പം ഫാത്തിമയുടെ ഉമ്മയ്ക്ക് ക്യാമറ നോക്കിയിട്ട് തന്നെ പറയാം, ഫാത്തിമയുടെ ഉമ്മയ്ക്ക് നമ്മൾ ജഡ്ജസിൻ്റെ വകയും രമേശ് സാറിൻ്റെ വകയൊക്കെ ഒരു കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. പോരെ? താങ്ക് യു ഷാൻ സർ. രണത്ത? ഹക്കീം നല്ലൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. ആ വിരുത്തം എനിക്ക് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ആ വിരുത്തം കാരണം എൻ്റെ വരെ ആ ശ്രുതിയും ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ബ്രീത്ത് ഇങ്ങനെ പോയി. അത് ഒരു വല്ലാത്ത സുഖമായിരുന്നു അത് അവിടെ ആ സമയത്തൊക്കെ കേൾക്കാൻ. സാറ് പറഞ്ഞു, പിന്നെ ഹക്കീം തന്നെ അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു സ്പീഡായിട്ടുള്ള. പക്ഷെ എന്നാലും ചില സ്ഥലത്തുണ്ടല്ലോ, ശരിക്കും ഹക്കീം എവിടേക്കൊക്കെയോ നമ്മളെ കൊണ്ട് ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു പാട്ട് കൊണ്ടുവന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു രണത്ത. ഫൈസൽ മാഷ്? നിസ അസീസി നമ്മുടെ ഒരു സംഗീത കുടുംബത്തിലെ എന്താ പറയുക ഏക പെൺതരിയാണ്. ഖവാലി നന്നായിട്ട് പാടുന്നവരാണ് അവർ. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒക്കെ ഒരു വർക്ക് അവരുടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഖവാലി പാടുവർ. നല്ല സെലക്ഷനാണ്. ഷുക്കൂർ ഉടുമ്പന്തലാണോ എഴുതിയത്? ഓ, അദ്ദേഹത്തോട് ചോദിച്ച് വാങ്ങിയതാ. നല്ല പെർഫോമൻസ് ആണ് മോനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മോൻ്റെ ഒരു ഏരിയ ആണിത്. ഈ ഇത്തരം പാട്ടുകൾ ഹക്കീം പാടുമ്പോൾ ഒരു വല്ലാത്ത ഒരു വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള കഴിവ് ഹക്കീമിൻ്റെ ശബ്ദത്തിനുണ്ട്. പിന്നെ ഒരു സൂഫി ഗാനങ്ങളൊക്കെ പാടുന്നൊരു ശൈലി മോനുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറം നല്ലൊരു പെർഫോമൻസ് മോൻ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. താങ്ക് യു ഫൈസൽ മാഷെ. അപ്പം ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. പെട്ടെന്ന് തന്നെ ചോദിക്കാം അല്ലേ ഹക്കീം? ഓക്കെ, ഷാൻ സർ? 28.5. 28.5 on 30. Thank you, Shan sir. Faisal Mashe? 28. 28 on 30. Thank you, Faisal Mashe. Ranatha? 28.5. 28.5. Thank you, Ranatha. Any out of 10, sir? 10 മാർക്കിൽ ഒരു 1/4 മാർക്ക് കുറഞ്ഞു കൊടുത്താൽ മതി. 10 ഫുള്ള് കൊടുക്കണ്ട. ഹക്കീം, അതെന്തുകൊണ്ട് കുറച്ചറിയോ? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്,
എൻ്റെ ഇപ്പം നടക്കുന്ന ഒരു പ്രൊജക്റ്റിലുണ്ട്. ആ പ്രൊജക്റ്റിൽ ഞാൻ ഇദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓ മൈ ഗോഡ്. ഐ വിൽ ട്രൈ യുവർ വോയിസ്. മനസ്സിലായല്ലോ? ചിലപ്പോൾ അടുത്ത് തന്നെ വേണ്ടത്തേക്കൊന്ന് വരേണ്ടി വരും, ഞാൻ പറയാം. താങ്ക് യു സർ. ഹക്കീം, എന്തിനാ മാർക്സ് അല്ല ഇത്രയും വലിയൊരു ഓഫർ? സന്തോഷമില്ലേ? സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീരൊന്നും ഇല്ലല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റിൽ വിളിച്ചിരിക്കുകയാണ്. എന്തായാലും നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്. 94.75 ഔട്ട് ഓഫ് 100. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിൽ ഏറ്റവും നല്ല മാർക്സ് വാങ്ങിയ പെർഫോമൻസ് ഇത് തന്നെയാണ്. ആൻഡ് എ ബിഗ് ഓഫർ.